ഇനി ഇന്ത്യയുടെ അടുത്ത മത്സരം ന്യൂസിലൻഡായിട്ടാണ്. ന്യൂസിലൻഡായിട്ട് 3 മത്സരമാണ് കളിക്കാൻ പോകുന്നത്. ജനുവരി 11 ആണ് ആദ്യ മത്സരം. ഉച്ചയ്ക്ക് 1:30 മത്സരം തുടങ്ങുക. ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ സ്റ്റാർ ബാറ്ററും വിക്കറ്റ് കീപ്പറുമായ ഋഷഭ് പന്ത് കളിക്കില്ല. പകരം മലയാളി വിക്കറ്റ് കീപ്പർ സഞ്ജു സാംസൺ ടീമിലേക്ക്. ഇന്ത്യ ന്യൂസിലൻഡ് ഏകദിന ടീമിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്നവർ 90% ആളുകളും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് പോകുന്നത്. നിങ്ങളുടെ സബ്സ്ക്രൈബാണ് എനിക്കുള്ള പ്രചോദനം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് വീഡിയോ കാണാൻ അഭ്യർത്ഥിക്കുന്നു. നേരെ നമുക്ക് ക്രിക്കറ്റ് വീഡിയോയിലേക്ക് പോകാം. ഇന്ത്യയുടെ മെയിൻ കീപ്പറായിട്ട് രാഹുലുണ്ട്. എന്നാലും ഇന്ത്യക്ക് ഒരു ബാക്ക് വിക്കറ്റ് കീപ്പറെ ആവശ്യമാണ്. ഋഷഭ് പന്തിനെ ഇനി ടെസ്റ്റിൽ മാത്രമായിട്ട് ഒതുക്കാനാണ് ഗൗതം ഗംഭീറിന്റെ തീരുമാനം. അതുകൊണ്ട് T20 സഞ്ജു ഉണ്ട്. സഞ്ജുവിനെ ഏകദിന ടീമിലേക്ക് തിരിച്ചു വിളിക്കാനാണ് സെലക്ടർമാരുടെ പദ്ധതി. സഞ്ജു ലാസ്റ്റ് ഏകദിനം ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായിരുന്നു. അതിൽ സെഞ്ചുറി അടിച്ചിട്ടുണ്ട്. സെഞ്ചുറി അടിച്ച ഒരു താരത്തെ മാറ്റി നിർത്തുന്നത് അദ്ദേഹത്തിൻ്റെ മനോധൈര്യത്തിനെ കടത്താനാണ് സഹായിക്കുക എന്നാണ് സെലക്ടർമാരിപ്പോൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇനിയും മാറ്റി നിർത്താൻ സെലക്ടർമാർ ഉദ്ദേശിക്കുന്നില്ല എന്നും ഈ തീരുമാനത്തിലൂടെ വ്യക്തമാകുകയാണ്. സഞ്ജുവും രാഹുലും ആയിരിക്കും ഈ ന്യൂസിലൻഡ് ഏകദിനത്തിൽ ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർമാർ. സഞ്ജുവിന് ബാക്കപ്പായിട്ട് മാത്രമാണ് ടീമിലെടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കോഹ്ലി കളിക്കാൻ സാധ്യത. സൈഡ് തിരിച്ചു വരുമ്പോൾ ഗെയ്ക്വാദായിരിക്കും മാറിപ്പോവുക. അപ്പോൾ ഇത്രയാണ് ഈ ക്രിക്കറ്റിലൂടെ പറയാനുള്ള. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.